ആദിശ സുരേഷ്. ഞാൻ തന്മയാക്കെ. ഞാൻ ശിവാനി സജി. ഊർജ്ജക്ഷാമത്തിന് സൗരോർജ്ജം ഒരു പരിഹാരമാകുമോ? മഴക്കാലത്ത് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വരൾച്ചയും ആവർത്തിച്ചുകൊണ്ടിരുന്നു. കുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറിയതോടെ വൈദ്യുതിയുടെ ഉപയോഗവും ധാരാളമായി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് ഊർജ്ജ ആവശ്യങ്ങളും വർദ്ധിച്ചു. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ എന്നിങ്ങനെയുള്ള നിരവധി സാധ്യതകൾ വർദ്ധിക്കുമ്പോൾ ഊർജത്തിന്റെ ആവശ്യവും ക്രമാതീതമായി വർദ്ധിച്ചു. ഉപയോഗം വർദ്ധിക്കുമ്പോൾ ഉൽപാദനവും വർദ്ധിക്കേണ്ടതായി വരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ വൈദ്യുതി ഉൽപാദനത്തിനായി ജലവൈദ്യുത പദ്ധതികളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. വൈദ്യുതി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. സോളാർ എങ്ങനെ ഊർജ്ജക്ഷാമത്തിന് പരിഹാരമാവുമെന്ന് നോക്കാം. വീട്ടിൽ പാചകം ചെയ്യുന്നതിന് സൗരോർജ്ജം ഉപയോഗിക്കാം. സൗരോർജ്ജ നിർമ്മാണത്തിലൂടെ വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ തന്നെ ഇൻഡക്ഷൻ അടുപ്പുകൾ എന്നിവ ഉപയോഗിക്കാം. വൈദ്യുതി ബില്ല് അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സോളാർ വാട്ടർ ഹീറ്ററുകൾക്ക് പ്രചാരമേറുന്നു. സോളാർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയവ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടബിൾ സോളാർ പവർ വിപണിയിൽ വന്നിട്ടുണ്ട്. പ്രവർത്തിക്കാൻ ബാറ്ററികളെ ആശ്രയിക്കുന്ന ഉപകരണങ്ങൾ സൗരോർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ കഴിയും. കൂടാതെ സ്റ്റോറേജ് ബാറ്ററികളും സൗരോർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. വീടുകളിലും സ്ഥാപനങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതി നിർമ്മാണം തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുന്നതിനോടൊപ്പം ഊർജ്ജ നിർമ്മാണത്തിന് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുക കൂടിയാണ് സോളാർ പാനലുകൾ. മാത്രമല്ല, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിന് ഒരു പരിഹാരം കൂടിയാണ് ഇത്. സോളാർ പാനലുകൾ ഭാവിയുടെ ഊർജ്ജക്ഷാമത്തിന് ഒരു പരിഹാരം തന്നെയാണ്. സൂര്യൻ ഭൂമിക്ക് നൽകുന്ന ഊർജ്ജത്തെ സൗരോർജ്ജം എന്ന് വിളിക്കുന്നു. സോളാർ പാനലുകൾ ഉപയോഗിച്ച് ഊർജ്ജം നിർമ്മിക്കുമ്പോൾ സോളാർ പാനലുകൾ സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെ പിടിച്ചെടുക്കുന്നു. ഈ ഒരു പ്രക്രിയയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു. സോളാർ സെല്ലിൽ നിരവധി സോളാർ സെല്ലുകൾ അടങ്ങിയിരിക്കുന്നു. സോളാർ പാനലിലെ പ്രധാന ഘടകമായ ഫോട്ടോണുകൾ സോളാർ സെല്ലുകളുമായി ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് ഇതിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. സോളാർ പാനലിൽ ഒരു പ്രതിഫലനമില്ലാത്ത ഗ്ലാസ് ഉപയോഗിക്കുന്നു. സോളാർ സെല്ലുകളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സൂര്യപ്രകാശം കടന്നുപോകാൻ പ്രാപ്തമാക്കുന്നതിനുമൊക്കെ തന്നെ പ്രതിഫലനമില്ലാത്ത ഗ്ലാസ് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു. ഏതൊക്കെ ഉപകരണങ്ങൾ സോളാർ പവറിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതിനനുസരിച്ചുള്ള കപ്പാസിറ്റിയുള്ള പ്ലാൻ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. കൂടുതൽ ഉപകരണങ്ങൾ സോളാർ പവറിൽ പ്രവർത്തിക്കാൻ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ സോളാറിൽ വൈദ്യുതീകരിച്ച വീടിന്റെ മാതൃക. താങ്ക് യു.